Shalom. Our YouTube channel, A4bin, welcomes you to a new lesson of Hebrew language learning. ഹീബ്രു ഭാഷാ പഠനത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിക്കുന്നു. ഇസ്രായേലേ കേൾക്ക്, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. שמע ישראל יהוה אלוהינו יהוה אחד. Deuteronomy chapter 6 verse 4. Hear, O Israel, the Lord our God is one Lord. വിശകലനം ചെയ്തു നോക്കാം. എലോഹൈനു എന്ന ഈ വാക്കിന്റെ അർത്ഥം Our God, അഥവാ നമ്മുടെ ദൈവം എന്നാണ്. അതിൽ ഇനിപ്പറയുന്നവ അടങ്ങിയിരിക്കുന്നു. എലോഹിം ദൈവം എന്നതിനുള്ള വാക്ക് ബഹുവചന രൂപം ആണെങ്കിലും അത് ദൈവമഹത്വത്തിന്റെ ഏകവചനമായി ഉപയോഗിക്കുന്നതായി കാണാം. Let's analyze it. The word Eloheinu means our God. It contains the following. Although the word Elohim for God is plural, it is used as the singular of majesty. എയ്നു എന്നത് ആർ അഥവാ നമ്മുടെ എന്നർത്ഥം വരുന്ന ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ പ്രൊനോമിനൽ സഫിക്സ് ആണ്. ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള അടുത്ത ബന്ധം പ്രകടിപ്പിക്കാൻ ഒരു സർവനാമപരമായ പ്രത്യയം ഉപയോഗിക്കുന്നത് ഈ വാക്യം മനോഹരമായി ചിത്രീകരിക്കുന്നു. എയ്നു ഞങ്ങളുടെ എന്ന പ്രത്യയം അടുത്ത ബന്ധത്തിനും ഉടമസ്ഥതയ്ക്കും ഊന്നൽ നൽകുന്നു. ദൈവം നമ്മുടെ ദൈവമാണെന്ന് എടുത്തുകാണിക്കുന്നു. Einu this is the first-person plural pronominal suffix, meaning our. This verse beautifully illustrates the use of a pronominal suffix to express the close relationship between God and the people of Israel. The suffix einu, our, emphasizes the intimate connection and ownership, highlighting that God is our God. പ്രാധാന്യം ക്ഷമ എന്നറിയപ്പെടുന്ന ഈ വാക്യം യഹൂദമതത്തിലെ വിശ്വാസത്തിന്റെ കേന്ദ്ര പ്രഖ്യാപനമാണ്. എലോഹൈനു എന്നതിലെ സർവനാമ പ്രത്യയം ഉപയോഗിക്കുന്നത് ദൈവവും യഹൂദ ജനതയും തമ്മിലുള്ള വ്യക്തിപരവും ഉടമ്പടിപരവുമായ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു. Significance. This verse, known as the Shema, is a central declaration of faith in Judaism. The use of the pronominal suffix in Eloheinu reinforces the personal and covenantal relationship between God and the Jewish people. ക്ഷേമ എന്നാൽ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ഇത് ദൈവത്തിന്റെ സമ്പൂർണ്ണ ഏകത്വത്തിന്റെ അടിസ്ഥാന തത്വം പ്രഖ്യാപിക്കുന്നു. ഇത് ഒരു ദാർശനിക പ്രസ്താവന മാത്രമല്ല, അവിഭാജ്യവും സമാനതകളില്ലാത്തതുമായ ദൈവത്തോടുള്ള അഗാധമായ പ്രതിബദ്ധതയാണിത്. യഹൂദ സ്വത്വത്തിന്റെ ആണിക്കല്ലായി ക്ഷേമ പ്രവർത്തിക്കുന്നു. മിക്ക യഹൂദന്മാരും ഇത് ദിവസേന 2 തവണ പാരായണം ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ അതിന്റെ കേന്ദ്രബിന്ദു ഊന്നിപ്പറയുന്നു. The Shema of Israel is declaration of faith. It proclaims the fundamental principle of the absolute oneness of God. This isn't just a philosophical statement. It's a profound commitment to an indivisible, incomparable God. The Shema serves as the cornerstone of Jewish identity. It's recited twice daily by most Jews, emphasizing its centrality in their lives. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ ദൈവത്തിന്റെ ഐക്യത്തെ ഉയർത്തിക്കാട്ടുന്നു. പൂർണ്ണഹൃദയത്തോടെയുള്ള ഭക്തി ഊന്നിപ്പറയുന്നു. പൂർണ്ണഹൃദയത്തോടും ആത്മാവോടും ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കാൻ അത് ആഹ്വാനം ചെയ്യുന്നു. സുവിശേഷങ്ങളിൽ യേശു പ്രതിധ്വനിച്ച തത്വം മത്തായി 22:37 മണി. ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ ഒരു സന്ദർഭം പ്രദാനം ചെയ്യുന്നു. പഴയ നിയമത്തിലും യഹൂദ പാരമ്പര്യത്തിലും ഉള്ള വിശ്വാസത്തിന്റെ വേരുകൾ മനസ്സിലാക്കാൻ ക്രിസ്ത്യാനികളെ ക്ഷേമയെ മനസ്സിലാക്കുന്നത് സഹായിക്കുന്നു. ക്രിസ്ത്യാനികൾ ഒരു ഔപചാരിക പ്രാർത്ഥനയായി ക്ഷേമ ചൊല്ലുന്നില്ലെങ്കിലും ദൈവത്തെ സ്നേഹിക്കുക എന്ന സന്ദേശം ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ കേന്ദ്ര സിദ്ധാന്തമായി തുടരുന്നു. For Christians, the Shema highlights the unity of God, emphasizes wholehearted devotion. It calls for loving God with all one's heart, soul, and strength, a principle echoed by Jesus in the Gospels. Matthew 22 verse 37 provides a historical and theological context. Understanding the Shema helps Christians appreciate the roots of their faith within the Old Testament and Jewish tradition. While Christians do not recite the Shema as a formal prayer, its message of loving God with all one's being remains a central tenet of Christian faith. Thank you for watching. Please like, share, and subscribe to our YouTube channel. Don't forget to comment below. We are using simple techniques to learn Hebrew fast through these videos, so please watch all our videos every day. Have a great time.